بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, അസ്മാഉല്ലാഹി അൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങളും അതുമായി ബന്ധപ്പെട്ട നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ അസ്മാഇനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അള്ളാഹുവിനെ അവൻ്റെ അസ്മായിലൂടെ, അവൻ്റെ പേരുകളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ ആരെങ്കിലും മനസ്സിലാക്കിയാൽ അഹബ്ബഹു ലാ മഹാല, യാതൊരു സംശയവുമില്ല അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുക തന്നെ ചെയ്യും. റബ്ബിനോടുള്ള മഹബ്ബത്താണ് ഇബാദത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്ന്. അള്ളാഹു അവൻ ഇലാഹാണ്, അവൻ നമ്മുടെ ആരാധനകൾക്ക് അർഹനാണ്, നാം ആരാധിക്കുന്നവനാണ്. ഇബാദത്ത് മഹബ്ബത്തില്ലാതെ ഇല്ല, അങ്ങേയറ്റത്തെ സ്നേഹം അതില്ലാതെ ഇബാദത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിന الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. അല്ലാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിച്ചവരുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ അവരുടെ ഇലാഹുകളെ സ്നേഹിക്കുന്നു. വല്ലദീന ആമനു, എന്നാൽ മുഅ്മിനുകൾ, അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുള്ളവർ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരേറ്റവും കഠിനമായി സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഈ ലോകത്തുള്ള ഏതേത് ചലനങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ അറിയിക്കുന്നു. കാരണം തുസബ്ബിഹു ലഹു അസ്സമാവാതു അസ്സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ആകാശങ്ങളും ഏഴാകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. റബ്ബിനോടുള്ള മഹബ്ബത്തോടെയല്ലാതെ അതുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള സ്നേഹം അത് യഥാവിധി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടായാൽ അവന് അത് മുഖേന ഈമാനിന്റെ ഹലാവത്ത് അനുഭവിക്കാൻ സാധിക്കും, ഈമാനിന്റെ മാധുര്യം അവൻ അറിയാൻ കഴിയും. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും ഒരുവന് മറ്റുള്ള എല്ലാത്തിനേക്കാളും മഹബ്ബത്തുള്ളവരാവുക എന്നതാണ്. ഏറ്റവും അധികം സ്നേഹം റബ്ബിനോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം പോലും റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ താഴെ മാത്രമാണ്. എന്നല്ല, അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് ഒരു പടപ്പിനെയും സ്നേഹിച്ചുകൂടാ. അത് നബിമാരെ ആകട്ടെ, ഉലിയാനെ ആകട്ടെ, ആരെ ആകട്ടെ. അൽ ഹുബ്ബു മഅല്ലാഹ്, അത് ശിർക്കാണ്. അഥവാ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ പടപ്പുകളെ സ്നേഹിക്കുക എന്നത്. അതേസമയം അൽ ഹുബ്ബു ഫില്ലാഹ്, അത് തൗഹീദാണ്.
അൽ ഹുബ്ബു മഅല്ലാഹ് ശിർക്കാണ്. എന്നാൽ അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, അത് തൗഹീദാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും നാം സ്നേഹിക്കുന്നത് ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മറ്റൊരാൾക്കും വേണ്ടിയല്ല. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാൾ മറ്റൊരാളെ, തന്റെ സഹോദരനെ സ്നേഹിക്കുക, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അവൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. മൂന്നാമത്തെ കാര്യം അയ്യക്റഹ, അവൻ വെറുക്കുക എന്നതാണ്. അയ്യഊദ ഫിൽ കുഫർ, കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ വെറുക്കുക. കമാ യഖ്ബഅദ ഇദ് അൻഖദഹു അല്ലാഹ്, അള്ളാഹു അവനെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം അതിലേക്ക് തിരിച്ചു പോകുന്നതിന് അങ്ങേയറ്റം വെറുക്കുക. കമാ യക്റഹു അയ്യുഖ്ദഫ ഫിന്നാർ, തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവൻ എത്രമാത്രം വെറുക്കുന്നുണ്ടോ എന്നതുപോലെ. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം അറിയാൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഏറ്റവും സ്നേഹമുണ്ടാവുക. അതിന്റെ അടയാളമാണ് ഒരുവന് തന്റെ താല്പര്യവും അള്ളാഹുവിന്റെ കൽപ്പനയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും ഏറ്റുമുട്ടുമെന്ന് വന്നാൽ തന്റെ മോഹത്തെക്കാൾ ഇഷ്ടത്തെക്കാൾ അവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്ക് പ്രാമുഖ്യം നൽകുകയും അല്ല അതിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നത്. അതുപോലെ ജനങ്ങളോടുള്ള സ്നേഹം അത് റബ്ബിനു വേണ്ടിയായിരിക്കുക. അതുപോലെ തിന്മകളെ, കുഫറിനെ, അതുപോലുള്ള വൃത്തികേടുകളെ വെറുക്കുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലാകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അത് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. വകറഹ ഇലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നിരിക്കുന്നു അൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറിനോടും അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കാതെ അവനോട് ധിക്കാരം പ്രവർത്തിക്കുക എന്നതിനോടും പാപങ്ങളോടും അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പ് തന്നിരിക്കുന്നു. ഉലൈക ഹുമുർ റാഷിദൂൻ, അവനാണ് സന്മാർഗത്തിലായിട്ടുള്ള ആളുകൾ. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ജനങ്ങളെ നാം സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവരുടെ വിശേഷണങ്ങളും അവരുടെ പ്രത്യേകതകളും കൊണ്ടാണ്. മനുഷ്യർ നല്ല സ്നേഹമുള്ളവരെ തിരിച്ചു സ്നേഹിക്കും, നന്മകൾ ചെയ്തു തരുന്നവരെ തിരിച്ച് അവരെ സ്നേഹിക്കും. ഉദാരമായ സ്വഭാവമുള്ള, ഏറെ കൊടുക്കുന്ന അങ്ങനെയുള്ള ആളുകളെ ജനങ്ങൾ സ്നേഹിക്കും. സൗന്ദര്യത്തിന്റെ പേരിൽ ആളുകൾ സ്നേഹിക്കും. ശക്തരായ ആളുകളെ ജനങ്ങൾ സ്നേഹിക്കും. അതുപോലെ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാൻ കെൽപ്പുള്ളവരെ ആളുകൾ സ്നേഹിക്കും. എന്നാൽ സഹോദര, നീ ആലോചിച്ചു നോക്കൂ, ഇതിലേത് മാനദണ്ഡമാണ്, ഇതിലേത് അളവുകോൽ നീ വെച്ചു നോക്കിയാലും റബ്ബിനെ പോലെ സ്നേഹിക്കാൻ മറ്റാർക്കാണ് അർഹതയുള്ളത്? സ്നേഹിക്കപ്പെടാൻ അള്ളാഹു നൽകിയതുപോലെ, അള്ളാഹു കൊടുക്കുന്നതുപോലെ കൊടുക്കുന്ന മറ്റാരുണ്ട്? അള്ളാഹുവിനെ പോലെ ഭംഗിയുള്ള മറ്റാരുണ്ട്? അള്ളാഹുവിനേക്കാൾ ശക്തനായ മറ്റാരുണ്ട്? അള്ളാഹുവിനേക്കാൾ മാപ്പ് തരുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന മറ്റാരുണ്ട്? ഇനി മനുഷ്യർ സ്നേഹിക്കുന്നതിന്റെ മറ്റൊരു മാനദണ്ഡം, തനിക്ക് എന്തെങ്കിലും നൽകിയാൽ അതിന്റെ പേരിൽ ആളുകളോട് നമുക്ക് സ്നേഹമുണ്ടാകും. എന്തിനൊരു 10 രൂപയുടെ ഒരു പേന ഒരാൾ നമുക്ക് തന്നു എന്ന് സങ്കല്പിക്കുക, അതിന്റെ പേരിൽ അയാളോട് നമുക്കൊരു ചായ്വ് തോന്നുക, സ്നേഹം തോന്നുക എന്നത് മനുഷ്യരുടെ പ്രത്യേകതയാണ്. പൊതുവിൽ മനുഷ്യരുടെ ഒക്കെ പ്രത്യേകത അതാണ്. എന്നാൽ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി തലതിരിഞ്ഞ ചില ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അവർ ഇഹ്സാൻ, നന്മ കിട്ടിയാൽ തിരിച്ചു ദ്രോഹമായിരിക്കും കൊടുക്കുക. അത് മനുഷ്യരുടെ കൂട്ടത്തിൽ വളരെ അവന്റെ പ്രകൃതി തലതിരിഞ്ഞു പോയ ആളുകളാണ്. എന്നാൽ പൊതുവിൽ മനുഷ്യരുടെ സ്വഭാവം അവർക്ക് നന്മ ചെയ്തു കൊടുത്ത, ഇഹ്സാൻ ചെയ്ത് ഉപകാരം ചെയ്ത ആളുകളെ സ്നേഹിക്കുക എന്നതാണ്. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹു തന്നതുപോലെ മറ്റാരാണ് നിനക്ക് നൽകിയത്? അല്ല, അള്ളാഹു തരാത്ത എന്താണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്? വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ഏത് അനുഗ്രഹങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ ഫമിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. അല്ല, ആളുകൾ വഴി നമുക്ക് കിട്ടിയ ഉപകാരങ്ങളാകട്ടെ, നമ്മുടെ ഉമ്മയുടെ സ്നേഹം, നമ്മുടെ ഉപ്പയുടെ സ്നേഹം,
നമ്മുടെ സഹോദരങ്ങളുടെ, ഇണകളുടെ, മക്കളുടെ, സുഹൃത്തുക്കളുടെ സ്നേഹവും അവർ ചെയ്തു തരുന്ന ഉപകാരങ്ങളും അവരാൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവാണ് നിനക്കത് തന്നത്. റബ്ബാണ് ഇതെല്ലാം നൽകിയത്. എവിടെ നീ നോക്കിയാലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളല്ലാതെ മറ്റെന്താണ് നിനക്ക് കാണാൻ കഴിയുക? അതാണ് അള്ളാഹു പറഞ്ഞത്, വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എന്നാണ് മെനക്കെട്ടാൽ ലാ തുഹ്സുഹാ, അത് ക്ലിപ്തപ്പെടുത്താൻ, അത് തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനോടുള്ള മഹബ്ബത്ത് ഉണ്ടാകാൻ, അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടാൻ, നമ്മെ സഹായിക്കുന്ന അവന്റെ ദീൻ പാലിക്കാൻ, അവനെ ഭയപ്പെടാൻ നമ്മെ ഏറെ സഹായിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത്. അതിനോളം ശ്രേഷ്ഠമായ മറ്റൊരു വിജ്ഞാനമില്ല, അതിനോളം മഹത്തരമായ മറ്റൊരറിവില്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഇതുപോലെ പറയപ്പെട്ട വേറൊരു കാര്യമില്ല. ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ വേറെ ഒന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ വിധിവിലക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പരലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പേരുകൾ, അതുൾക്കൊള്ളുന്ന മഹത്തരമായ റബ്ബിന്റെ വിശേഷണങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ നടപടിക്രമം, ഇത് പറഞ്ഞതുപോലെ ഖുർആനിൽ മറ്റ് ഒരു വിഷയവും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഏറ്റവും മഹത്തരമായ സൂറത്തുകൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, ഏറ്റവും മഹത്തരമായ ആയത്തുകൾ ആയത്തുൽ കുർസി പോലെയുള്ള ആയത്തുകൾ എടുത്തു നോക്കൂ. റബ്ബിനെ കുറിച്ചാണ്, അവന്റെ പേരുകളാണ്, അവന്റെ വിശേഷണങ്ങളാണ്. അല്ല, അത് പറയാൻ മാത്രം ആയത്തുകൾ സൂറത്തുൽ ഹശറിലെ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ പോലെ വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദതി ഹുവർ റഹ്മാനുർ റഹീം വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന ലഹു മാ ഫിസ് സമാവാതി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹശറിലെ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ അള്ളാഹുവിനെ കുറിച്ചാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അസ്മാ, അവന്റെ സിഫാത്ത്, അവന്റെ പേരുകൾ, വിശേഷണങ്ങൾ, അത് പഠിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട പ്രാഥമികമായ ചില പാഠങ്ങളുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിന്റെ പേരുകളെല്ലാം ഏറ്റവും ഉത്തമമാണ് എന്നതാണ്. നമ്മൾ പറയാറുള്ളത് എന്താണ്? അൽ അസ്മാഉൽ ഹുസ്ന. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്സൻ എന്നതിൻ്റെ മുഅന്നസായ രൂപമാണ്, അഥവാ അതിൻ്റെ സ്ത്രീലിംഗ പ്രയോഗമാണ് ഹുസ്ന എന്നത്. കാരണം അസ്മാ എന്നത് ബഹുവചനമാണ്, ഇസ്മിന്റെ ബഹുവചനമാണ് അസ്മാ, പേരുകൾ. ബഹുവചനങ്ങളെ ജംഇനെ അറബിയിൽ പൊതുവെ മുഅന്നസായിട്ടാണ്, സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ടാണ് അഹ്സൻ എന്ന് പറയാതെ എന്ത് പറഞ്ഞത്? ഹുസ്ന, ഏറ്റവും നല്ലത്. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, അതിന്റെ മുഅന്നസായ പ്രയോഗമാണ് കുബറ, ഏറ്റവും വലുത് എന്നതുപോലെ. എന്താണ് ഇതിന്റെ അർത്ഥം? ഹുസ്ന എന്നാൽ ഏറ്റവും നല്ലത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും നന്മ നിറഞ്ഞ നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്. അഥവാ അള്ളാഹുവിന്റെ പേരുകളിൽ, അതറിയിക്കുന്ന വിശേഷണങ്ങളിൽ ഒരു നിലക്കും ഒരു വഴിക്കും ഏത് രൂപത്തിൽ നീ നോക്കിയാലും ഒരു ന്യൂനത, ഒരു കുറവ് കാണാൻ സാധ്യമല്ല, ഒരു നിലക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ചില പേരുകൾ. ഉദാഹരണമായി, അള്ളാഹുവിന്റെ ഒരു പേരാണ് അൽ ഹൈ. അൽ ഹൈ എന്താണ് അതിന്റെ അർത്ഥം? അൽ ഹൈ എന്നാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണവൻ. എന്നാൽ ആ ജീവിതം, അള്ളാഹുവിന്റെ ഹയാത്ത് എന്നത് ബാക്കിയുള്ള പടപ്പുകളുടെ ഹയാത്ത് പോലെയാണോ? അല്ല. അള്ളാഹുവിന്റെ ഹയാത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അവൻ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല, അവന്റെ മുൻപ് ഒരു ഇല്ലായ്മ ഉണ്ടായിട്ടില്ല, അതുപോലെ അവന് അവസാനവുമില്ല. എന്നാൽ പടപ്പുകളുടെ ഹയാത്തിന്റെ പ്രത്യേകത എന്താണ്? അവരില്ലാത്ത കാലം കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു പടച്ചവനാണ് ബാക്കി എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനുള്ളവരും. അതുപോലെ അവർക്കെല്ലാം ഒരു മൗത്ത് വരാനുണ്ട്.
എന്നാൽ അള്ളാഹുവിന്റെ ഹയാത്ത് എന്ന സിഫത്ത് നോക്കൂ, നിങ്ങൾ ഒരു നിലക്കും അതിനൊരു ന്യൂനതയില്ല. അങ്ങനെയുള്ള ഹയ്യാണവൻ. മാത്രമല്ല അവന്റെ ആ ഹയാത്ത് പരിപൂർണമായ ഹയാറ്റാണ്. ചില ആളുകൾ, പടപ്പുകൾ, ചിലർ ജീവിച്ചിരിക്കുന്നുണ്ടാകും, പക്ഷേ അവരുടെ ജീവിതം ചത്തതിരൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും. അഥവാ അവർ പലതും അറിയുന്നില്ല, ഒന്നിനും കഴിവില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഹയാത്താണോ അള്ളാഹുവിന്റെ ഹയാത്ത്? അല്ല. അവൻ പരിപൂർണമായ അറിവുള്ളവനാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെയുള്ള ഹയാത്തുള്ള ഹയ്യാണവൻ, അൽ ഹൈ. അഥവാ അവന്റെ ആ പേര് ഏറ്റവും നന്മ നിറഞ്ഞതാണ്, ഏറ്റവും ഉത്തമമാണ്. അതിൽ ഒരു നിലക്കും ന്യൂനതയില്ല. അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ് അൽ അലീം. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാം അറിയുന്നവനാണ്. മുൻപ് ഒരു ജഹൽ അവന് കഴിഞ്ഞു പോയിട്ടില്ല, അറിയാതിരുന്ന ഒരു കാലം അവന് കഴിഞ്ഞു പോയിട്ടില്ല. നമ്മുടെ അറിവിന്റെ പ്രത്യേകത എന്താണ്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. അല്ലാഹു നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈഅ, യാതൊന്നും നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഒന്നും അറിയില്ല. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോന്നോരോന്നായി പഠിപ്പിച്ചു തന്നു. റബ്ബ് പഠിപ്പിച്ചു തന്നതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറഞ്ഞതുപോലെ, റബ്ബുന അല്ലദി അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നമ്മുടെ റബ്ബ് ഓരോന്നിനും അതിന്റെ രൂപം, അതിന്റെ സൃഷ്ടിപ്പ് നൽകിയവനാണ്. സുമ്മ ഹദാ, എന്നിട്ട് അതിന്റെ ഹിദായത്ത്, അതിന്റെ വഴി കാണിച്ചു കൊടുത്തവനാണ്. ഒരു ചെറിയ കുഞ്ഞ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ കുഞ്ഞിന് ആരാണ് ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് പാൽ ഈമ്പി കുടിക്കാൻ അതിനെ പഠിപ്പിച്ചു കൊടുത്തതാണ്? അല്ലാഹുവാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നൽകിയ ഹിദായത്താണത്. അതുപോലെ മൃഗങ്ങൾക്ക് അവയുടെ കാര്യം ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മനുഷ്യർക്ക് അറിവില്ലായ്മ, പടപ്പുകൾക്കൊരു അറിവില്ലായ്മ കഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നിട്ടാണ് അവർ അറിയുന്നത്. എന്നാൽ അള്ളാഹുവിനെ അറിയാത്തത് പിന്നീട് അവൻ അറിഞ്ഞു, അങ്ങനെ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അവനെല്ലാം അറിയുന്നവനാണ്. അവൻ ഔവലാണ്, മുമ്പേ ഉള്ളവനാണ്. അവൻ മുമ്പേ അങ്ങനെ തന്നെയാണ്, അവൻ ആദ്യമേ അങ്ങനെ തന്നെയാണ്. അവന് തുടക്കമില്ല, അവനൊടുക്കമില്ല. അതുപോലെ മനുഷ്യർ, അവർക്ക് സംഭവിക്കും, പടപ്പുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ പലതും അറിയും, അറിയാത്തവരായിരുന്നു നമ്മൾ അറിയും, പിന്നീട് അത് മറന്നുപോകും, അറിഞ്ഞ അറിവ് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിന് അത് സംഭവിക്കുമോ? ഇല്ല. قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറഞ്ഞതുപോലെ, ഫിർഔൻ ചോദിച്ചു, قال فما بال القرون الاولى, കഴിഞ്ഞുപോയ തലമുറകളുടെ സ്ഥിതി എന്താണ്? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, قال علمها عند ربي في كتاب, അവരെക്കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ പക്കൽ ഒരു കിതാബിലുണ്ട്. ലാ യദില്ലു റബ്ബി, എന്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല, അവന് പിഴക്കുകയില്ല. വലാ യൻസാ, അവൻ മറന്നുപോവുകയില്ല. അഹ്സാഹു അല്ലാഹു വനസൂഹ്, അല്ലാഹു അത് കൃത്യമായി ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. വനസൂഹ്, അവരത് മറന്നുപോയി. നമ്മുടെ അമലിൽ തന്നെ നമ്മൾ മറക്കും, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ മറക്കും, അല്ലാഹു മറക്കുകയില്ല. റബ്ബിന്റെ അറിവ് നോക്കൂ, അതിന് മുൻപ് ഒരറിവില്ലായ്മ വന്നിട്ടില്ല, അറിവില്ലായ്മ അവൻ ഉണ്ടായിട്ടില്ല. അതുപോലെ അറിഞ്ഞത് പിന്നീട് മറന്നുപോവുക എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് സംഭവിക്കുകയില്ല. അൽ അലീം എന്ന അവന്റെ പേര് നോക്കൂ, എത്ര നല്ല പേരാണ്, എത്ര ഉത്തമമായ പേരാണ്, എത്ര ശ്രേഷ്ഠമായ പേരാണ്. അവന്റെ അറിവെന്നാൽ അത് പടപ്പുകളുടെ അറിവ് പോലെ ചിലതറിയുക ചിലതറിയാതിരിക്കുക, അങ്ങനെയാണോ? അല്ല, അവരെ എല്ലാം അറിയാം. റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ. മലക്കുകളുടെ ദുആയിൽ കാണാം, ഞങ്ങളുടെ റബ്ബേ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ, എല്ലാത്തിനെയും നിന്റെ കാരുണ്യവും അറിവും കൊണ്ട്, അത് നിന്റെ കാരുണ്യവും അറിവും എല്ലാത്തിനുമേലും വിശാലമാണ്. എല്ലാം അവൻ അറിയാം, അവൻ ഒന്നും അറിയാതെ പോവുകയില്ല. മാത്രമല്ല, എല്ലാം അറിയുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ അറിയുണ്ടാവും. പൊതുവായ അറിവാണ്, ജുംലത്തൻ, മൊത്തത്തിൽ അറിയാം, സൂക്ഷ്മമായി അറിയുകയില്ല.
എന്നാൽ അള്ളാഹുവിന്റെ അറിവ് അത് ജുംലതൻ വ തഫ്സീലൻ, മൊത്തത്തിൽ അറിയാം, അതുപോലെ സൂക്ഷ്മമായി അറിയാം. അള്ളാഹുവിന് അവന്റെ പ്രവർത്തനങ്ങൾ അറിയാം, പടപ്പുകളുടെ പ്രവർത്തനങ്ങൾ അറിയാം. അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാം, പടപ്പുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാം. നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുവിന്റെ അതിമഹത്തായ സൂക്ഷ്മമായ അവന്റെ അറിവിനെ കുറിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ ആയത്ത്, ശ്രേഷ്ഠമായ ഒരായത്ത്, വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين وعنده مفاتيح الغيب. അള്ളാഹുവിന്റെ പക്കലാണ് ഗൈബിന്റെ മഫാത്തിഹ്, ഗൈബിന്റെ അദൃശ്യജ്ഞാനത്തിന്റെ മഫാത്തിഹ്. എന്താണ് മഫാത്തിഹിന്റെ അർത്ഥം? അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം താക്കോൽ എന്നാണ്. മിഫ്താഹിന്റെ ജംആണ് മഫാത്തീഹ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ മഫാത്തിഹ് എന്നാണ് ഈ ആയത്തിലെ പ്രസിദ്ധമായ പാരായണം. അതുപോലെ ഖജനാവുകൾ എന്നതിനർത്ഥമുണ്ട്. അതുപോലെ തുടക്കം എന്ന അർത്ഥമുണ്ട്. ഈ എല്ലാ രൂപത്തിലും അദൃശ്യം അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾ നോക്കൂ, പ്രത്യേകിച്ച് ചില രഹസ്യങ്ങളുണ്ട്, ചില ഗൈബ്, അതിന്റെ പിന്നാലെ പല ഗൈബുകളുമുണ്ട്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു നുത്ഫയായി, ഒരു ബീജഗണമായി വീണാൽ അള്ളാഹുവിനറിയാം ഇത് നിലനിൽക്കുമോ, ഇതാണാണോ പെണ്ണാണോ, ഇവനെപ്പോൾ ജനിക്കും, എത്ര കാലം ജീവിക്കും, ഇവന്റെ റിസ്ക് എന്താണ്, ഇവന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇവൻ സൗഭാഗ്യവാനായിരിക്കുമോ അതല്ല ദൗർഭാഗ്യവാനായിരിക്കുമോ, സ്വർഗത്തിലാണോ നരകത്തിലാണോ, അള്ളാഹുവിനറിയാം. അതിന് പിന്നാലെ എത്ര കാര്യങ്ങളാണ് വരാനുള്ളത്. അതുപോലെ അള്ളാഹു അറിയുന്നു, ഒരാൾക്കും അറിയില്ല അവൻ എവിടെ വെച്ച് മരിക്കും, അള്ളാഹുവിനറിയാം. കാരണം മരണം എന്നത് ആ ഗൈബിന്റെ പ്രത്യേകത എന്താണ്? അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവന്റെ ജീവിതം ഇവിടെ, യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ് മരണത്തോടുകൂടി. പിന്നെ ഖബർ എങ്ങനെ, ഇവൻ മഹ്ശറിൽ എങ്ങനെ, ഇവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ, അള്ളാഹുവിനറിയാം. മഴ എപ്പോഴാണത് പെയ്യുക, അത് പെയ്യുന്നതോടെ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റം അത് ചില്ലറയല്ല. അതെവിടെ എപ്പോൾ പെയ്യും, അതിലെ തുള്ളികളുടെ എണ്ണം എത്രയാണ്, അതെവിടെയാണ് അത് പതിക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആലക്കറിയാം. വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു, അവനല്ലാതെ മറ്റൊരാളും അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും ഉള്ളത് അള്ളാഹു അറിയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കരയിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് കരയിലുള്ളത്? കരയിലുള്ള വസ്തുക്കളുടെ എണ്ണം പോകട്ടെ, അതിന്റെ ഇനങ്ങളുടെ എണ്ണം പോലും നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്താണ്. ഇനങ്ങളുടെ എണ്ണം, രണ്ടു തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പം മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഇനങ്ങളുണ്ട്, സുബ്ഹാനല്ലാഹ്. ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഇനങ്ങളുണ്ട്, ഓരോന്നിന്റെ എണ്ണം പോകട്ടെ. ഇത്ര മനുഷ്യർ, ഇത്ര പൂച്ച, അല്ലെങ്കിൽ ഇത്ര പ്രാണി, ഇത്ര കാക്ക, ഇത്ര പരുന്ത് എന്നത് പോകട്ടെ, ഓരോ ഇനങ്ങളുണ്ടല്ലോ, ഓരോ ഇനങ്ങൾ, മൃഗങ്ങളിൽ ഇത്ര ഇത്ര ഇനങ്ങൾ, ആ ഇനങ്ങളുടെ എണ്ണം പോലും നമുക്കറിയില്ല. കരയിലുള്ളത്, കരയിലെ ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം അള്ളാഹുവിനറിയാം. ഭൂമിയിലെ മരങ്ങളുടെയും അതിലെ ഇലകളുടെയും എണ്ണം അള്ളാഹുവിനറിയാം. വൽ ബഹർ, കടലാകട്ടെ, കടലിനെ കുറിച്ച് മനുഷ്യൻ പഠനം നടത്തിയിട്ട് ഇതുവരെ, ഞാൻ ഈ സംസാരിക്കുന്ന നാൾ വരെ ആഴക്കടലിന്റെ അടിത്തട്ടിൽ എത്താൻ മനുഷ്യന് സാധിച്ചിട്ടില്ല എന്നല്ല അവർ പറയുന്നത്. എത്തിയതിനേക്കാൾ എത്രയോ അധികമുണ്ട് ഇനി താഴോട്ടേക്ക് പോകാനെന്ന്. കരയിലുള്ളതിന്റെ എത്രയോ ഇരട്ടിയുള്ള ആണത്രേ ജന്തുക്കൾ കടലിലുള്ളത്. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, അല്ലാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരില പോലും വീഴുന്നില്ല അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ. അത് മുളക്കുന്നതും അല്ലാഹു അറിഞ്ഞിട്ടാണ്. മുളക്കുന്നതിനേക്കാൾ നിസാരമാണ് എന്ത്? ഉണങ്ങിയത് താഴെ പതിക്കുക എന്നത്. ആ നിസാരമായതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടും അവൻ അറിയും എന്ത്? അത് മുളക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. വല ഹബ്ബത്തിൻ ഫി ദുലുമാതിൽ അർദ്, ഭൂമിയിലെ ഇരുട്ടിലുള്ള ഒരു ഹബ്ബ, ഒരു ധാന്യമണി അല്ലാഹു അറിയുന്നു. വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ,
ഉണങ്ങിയതോ പച്ചയോ ആയ കാര്യങ്ങളാകട്ടെ, അഥവാ ജീവൻ ഉള്ളതോ ജീവൻ ഇല്ലാത്തതോ ആകട്ടെ, ഇല്ലാ ഫി കിതാബിൻ മുബീൻ, അള്ളാഹുവിന്റെ അരികിൽ വ്യക്തമായ ഒരു കിതാബിൽ ഉണ്ടായിട്ടല്ലാതെ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ അലീം എന്ന പേരിനെ കുറിച്ച്, അലീം എന്ന റബ്ബിന്റെ നാമത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. എവിടെയെങ്കിലും ഒരു ന്യൂനത കാണാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് പണ്ടൊരു നിരീശ്വരവാദി, ഒരു മതനിഷേധി, അയാൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നു അള്ളാഹു മാത്രമാണ് സ്രഷ്ടാവ് എന്ന്, അല്ല ഞാനും സൃഷ്ടിക്കും. എന്നിട്ട് അയാൾ പറഞ്ഞു, ഒരു മാംസ കഷ്ണം അയാൾ കൊണ്ടുവന്നു, ഒരു പാത്രത്തിൽ മൂടി വെച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് തുറന്നു നോക്കുമ്പോൾ അതിലിങ്ങനെ പുഴുക്കൾ അരിച്ചരിച്ചരിച്ചു വരുന്നു. അയാൾ പറഞ്ഞു, നോക്കൂ, ഇതിനെ പടച്ചതാരാ? ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാനാണ് ഇത് അടച്ചു വെച്ചത്, ഇത് ഉണ്ടാക്കിയത് ഞാനാണ്. ആ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അയാളോട് പറഞ്ഞു, ശരി, നീയാണ് ഇത് പടച്ചതെങ്കിൽ നീ പറയൂ, ഇതിന്റെ എണ്ണം എത്രയാണ്? ഇത് എത്ര എണ്ണമുണ്ട്? ഇതിലാണ് എത്രയുണ്ട്? ഇതിൽ പെണ്ണെത്രയുണ്ട്? ഇത് എത്ര കാലമാണ് ജീവിക്കുക? ആർക്കാണ് പറയാൻ സാധിക്കുക? ഫബുഹിതല്ലദി കഫർ. ആ നിഷേധിയുടെ വായടഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അലാ യഅലമു മൻ ഖലഖ്, അലാ യഅലമു മൻ ഖലഖ്. സൃഷ്ടിച്ച റബ്ബ് അവൻ അറിയുകയില്ലേ? അവൻ അറിയാതെ പോകുമോ? ഒരിക്കലുമില്ല. അവൻ ഖാലിഖാണ്, അതുപോലെ അവൻ അറിയുന്നവനാണ്. ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ച ഖല്ലാഖാണ്, അതുപോലെ അലീമാണ്, അവൻ അറിയുന്നവനാണ്. അവനവന്റെ പടപ്പുകളുടെ എണ്ണം അറിയാം. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ. അവൻ അവരുടെ എണ്ണം എടുത്തിട്ടുണ്ട്, ഓരോരുത്തരെ അവൻ കണക്കാക്കിയിട്ടുണ്ട്. നോക്കൂ, അല്ലാഹു പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ ഒരു ജന്തുവുമില്ല അള്ളാഹു അതിന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടല്ലാതെ. വയഅലമു മുസ്തഖറഹാ, അതിന്റെ താമസ സ്ഥലം അള്ളാഹു അറിയുന്നു. മുസ്തൗദഅഹാ, മരിച്ചാൽ അതെവിടെ പോകുന്നു അള്ളാഹുവിനറിയാം. ഭൂമി പുറത്തുകൂടെ നടക്കുന്ന റബ്ബിനെ നമ്മെ കുറിച്ച് അള്ളാഹുവിന് അറിയാം എന്നതുപോലെ ഭൂമിക്കകത്ത് ഛിന്ന ഭിന്നമായി മണ്ണോട് മണ്ണ് ചേർന്നിട്ടുള്ളവരെ കുറിച്ച് അള്ളാഹുവിന് അറിയാം. ഓരോ തരിയും എവിടെയുണ്ട്, അള്ളാഹു അതിനെ വീണ്ടും കൊണ്ടുവരും. ഭൂമിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? അലം നജഅലിൽ അർദ കിഫാത അഹ്യാഅ വ അംവാത. ഭൂമിയെ നാം കിഫാത്താക്കിയില്ലേ, മതിയായതാക്കിയില്ലേ? ആർക്കൊക്കെ? അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും. ജീവനുള്ള നമ്മൾ ഈ ഭൂമി പുറത്തുകൂടെ നടക്കുന്നു, മരിച്ചാൽ ഈ ഭൂമിയിൽ തന്നെ ഖബറടക്കുന്നു. രണ്ടു കൂട്ടർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ജീവനുള്ളവർ ഇതിന്റെ മുകളിലൂടെ നടക്കുന്നു, മരിച്ചുപോയരതാ ഈ ഭൂമിക്കടിയിൽ. അലം നജഅലിൽ അർദ കിഫാത അഹ്യാഅൻ വ അംവാത. ഭൂമിയെ നാം മതിയായതാക്കിയില്ലേ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും? അള്ളാഹു പറയുകയാണ്, ഓരോ ജന്തുവും എവിടെ താമസിക്കുന്നു, മരിച്ചാൽ എവിടെയാണ്? കുല്ലും ഫി കിതാബിൻ മുബീൻ. അതെല്ലാം വ്യക്തമായ ഒരു കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിരിക്കുന്നു. യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെന്തോ അവനതറിയുന്നു. വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. നിങ്ങൾ രഹസ്യമാക്കി ഒളിച്ചു വെക്കുന്നതും നിങ്ങൾ പരസ്യമാക്കി വെളിപ്പെടുത്തുന്നതും അല്ലാഹു അറിയുന്നു. വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. നെഞ്ചകങ്ങളിലുള്ളത്, ഹൃദയത്തിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, അൽ അലീം എന്ന അള്ളാഹുവിന്റെ പേരിനെ കുറിച്ച് എവിടെയാണ് ഒരു ന്യൂനത? ഇതാണ് അള്ളാഹുവിന്റെ പേരുകൾ മുഴുവൻ അൽ ഹുസ്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഇതുകൊണ്ടാണ്. മറ്റൊരു ഉദാഹരണം നോക്കൂ, അള്ളാഹുവിന്റെ അർ റഹ്മാൻ എന്ന പേര്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ റഹ്മത്താണ് അതിന്റെ ഉദ്ദേശം. റഹ്മത്തുൽ കാമില, പരിപൂർണമായ റഹ്മത്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നത് കാണുകയാണ്. നബിയും സഹാബത്തും ഓരോ കുഞ്ഞിനെ കാണുമ്പോഴും അവരുടെ കുഞ്ഞാണെന്ന് വിചാരിച്ച് അവൾ മാറോട് ചേർത്ത് പിടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ കുറിച്ച് സഹാബത്തിനോട് ചോദിക്കാൻ, ഒടുവിൽ അവൾക്ക് അവളുടെ കുഞ്ഞിനെ കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കരുതുന്നുണ്ടോ ഇവൾ ഈ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന്?
സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, അവൾക്കത് സാധിക്കുമെങ്കിൽ, ഒരിക്കലും എറിയാതിരിക്കാൻ കഴിയുമെങ്കിൽ അവൾ എറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. അള്ളാഹു അവന്റെ അടിമകളോട് ഇതാ ഇവൾക്ക് ഇവളുടെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ റഹ്മത്തുള്ളവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതആല ഒരുവനെ നരകത്തിലേക്ക് വലിച്ചെറിയണമെങ്കിൽ അവൻ അത്രയും ധിക്കാരിയാണ് എന്നതുകൊണ്ടാണ്. അവനാണത് വരുത്തി വെച്ചത്. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് എനിക്ക് വേണ്ട, അവന്റെ ഗളബും ഇഖാബും അവന്റെ ശിക്ഷയും അവന്റെ കോപവും എനിക്ക് മതിയെന്ന് തീരുമാനിച്ചവൻ ഈ മനുഷ്യനാണ്. അള്ളാഹു അവന് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, കണ്ണും കാതും ഖൽബും നൽകിയിട്ടുണ്ട്. അള്ളാഹു അവനിലേക്ക് നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്, കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പാപമോചനം വാഗ്ദാനം നൽകിയിട്ടുണ്ട്, തൗബക്ക് അവസരം നൽകിയിട്ടുണ്ട്, ആയുസ് നൽകിയിട്ടുണ്ട്, വിശാലമായ കാരുണ്യം അള്ളാഹു അവന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അത് വേണ്ടെന്ന് വെച്ച് നരകത്തിലേക്ക് പതിക്കാൻ തീരുമാനിച്ചവൻ അവൻ അത്ര ഭാഗ്യം കെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഉമ്മയുടെ ഉദാഹരണം, തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമോ, അവളെക്കാൾ അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആല തീയിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയുന്നവൻ, റബ്ബിനാൽ വലിച്ചെറിയപ്പെടുന്നവൻ എത്ര മോശക്കാരനായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റഹ്മത്ത് അത് പരിപൂർണമാണ്. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. അവന്റെ റഹ്മത്ത് അതിവിശാലമാണ്. മലായിക്കത്ത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൂറത്തു ഗാഫിറിലെ ആയത്തിൽ മലായിക്കത്തിന്റെ ദുആ അള്ളാഹു പറയുന്നുണ്ട്, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ. അല്ലാഹുവേ, വസിഅത കുല്ല ശൈഇൻ, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ വിശാലമായിരിക്കുന്നു, റഹ്മതൻ വഇൽമൻ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും. അതുപോലെ അള്ളാഹു പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാം ഉൾക്കൊള്ളാൻ വിശാലമാകുന്നു. നോക്കൂ, ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ പേരുകൾ. അതെല്ലാം അത്യുത്തമമാണ്. അൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകളാണ്. ആ പേരുകൾ ഒറ്റക്കൊറ്റക്ക് പറയുമ്പോൾ അതിലെ നന്മ എത്രയാണ്. അതുപോലെ അള്ളാഹുവിന്റെ ചില പേരുകൾ, അതിന്റെ നന്മ കൂടുതൽ വെളിവാകും, കൂടുതൽ നമുക്ക് മനസ്സിലാകും അത് ഒരുമിച്ച് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവന്റെ ചില പേരുകൾ മറ്റു ചില പേരുകളോട് ധാരാളമായി പലതവണ ചേർത്തി പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് അൽ അസീസുൽ ഹക്കീം. അസീസും ഹക്കീമും എന്ന അള്ളാഹുവിന്റെ രണ്ട് പേരുകൾ അവൻ പലതവണ ഖുർആനിൽ ചേർത്തു പറഞ്ഞത് കാണാം. ഇതാണ് അസീസിന്റെ അർത്ഥം. അങ്ങേറ്റത്തെ ഇസ്സത്തുള്ളവൻ, അങ്ങേറ്റത്തെ പ്രതാപമുള്ളവനാണവൻ. അവന്റെ ഇസ്സത്ത് അത് മൂന്ന് നിലക്കാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഒന്ന് ഇസ്സത്തുൽ ഖദർ, രണ്ടാമത്തെ ഇസ്സത്തുൽ ഖഹർ, മൂന്നാമത്തെ ഇസ്സത്തുൽ ഇംതിനാ. ഒന്ന് ഇസ്സത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അവൻ ശ്രേഷ്ഠമായ സ്ഥാനമുള്ളവനാണ്. അതുപോലെ ആ സ്ഥാനം കൊണ്ട് അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്. രണ്ടാമത്തേത് അവൻ പടപ്പുകളെ മുഴുവൻ അടക്കി ഭരിക്കുന്നവനാണ്. ആ രൂപത്തിൽ പ്രതാപമുള്ളവനാണ് അവൻ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവൻ പടപ്പുകളെ മുകളിൽ നിന്ന് നിയന്ത്രിക്കുന്നവനാണ്. അതുപോലെ ഇസ്സത്തുൽ ഇംതിനാ, ഒരു ന്യൂനതയും സംഭവിക്കാത്ത അങ്ങനെയുള്ള പ്രതാപമുള്ളവനാണ്. അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ഇസ്സത്തുള്ളതോടൊപ്പം അവൻ ഹക്കീമാണ്, അങ്ങേയറ്റം യുക്തിയുള്ളവനാണ്. ദുൽമ്, അനീതി, അക്രമം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. കാരണം ഹിക്മത്തിനെതിരാണെന്ത്? ദുൽം, അക്രമം. ദുൽം എന്നാൽ സ്ഥാനം, അതിന്റെ ഒരു വസ്തു അതിന്റെ സ്ഥാനത്തിൽ നിന്ന് തെറ്റിക്കുക, ക്രമം തെറ്റിക്കുക. അതുകൊണ്ടാണ് അക്രമം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഹിക്മത്ത് എന്നാൽ ഓരോന്നും അതിന്റെ സ്ഥാനത്ത് വെക്കലാണ്. പടപ്പുകൾക്ക് നോക്കൂ, അവർക്ക് അധികാരവും പ്രതാപവും ഉണ്ടായാൽ അവർ പലപ്പോഴും എന്ത് പ്രവർത്തിക്കും? അക്രമം പ്രവർത്തിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇസ്സത്തുള്ളതോടൊപ്പം ലാ യദ്ലിം, അവൻ ഒരിക്കലും അക്രമം, അനീതി പ്രവർത്തിക്കുകയില്ല. അതുപോലെ തന്നെ അവന്റെ ഹുക്കുമിൽ, അവന്റെ വിധിയിൽ അവൻ ഹക്കീമാണ്, അവൻ യുക്തിയുള്ളവനാണ്. അതുപോലെ അവന്റെ വിധിയാണ് നടപ്പിലാകുക. ഈ രണ്ടർത്ഥവും ഹക്കീം എന്ന പേരിലുണ്ട്. എന്നാൽ പടപ്പുകൾ ഒരു കാര്യം തീരുമാനിച്ചാൽ, ഒരു കാര്യം നടപ്പിലാക്കിയാൽ പലപ്പോഴും അവരുടെ നിന്ദ്യതയും അവരുടെ കുറവും അവരുടെ താഴ്മയും അവരുടെ നിലവാരമില്ലായ്മയും ഒക്കെ അതിൽ പ്രകടമാകും. എന്നാൽ അള്ളാഹുവിന്റെ ഏത് ഹുക്മിലും ഏത് വിധിയിലും അവൻ ഇസ്സത്തുള്ളവനാണ്. പ്രതാപപൂർണമാണ് അവന്റെ വിധി എന്ന് പറയുന്നത്. അതിലൊന്നിലും ഒരു നിന്ദ്യത അവന് ഏൽക്കുകയില്ല. ഇങ്ങനെ നോക്കൂ, ഒരുമിച്ച് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ
പേരുകളുടെ പ്രത്യേകത, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ ഭംഗി, അതിൻ്റെ അർത്ഥതലങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയാണ്. അതുപോലെയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ അൽ ഗനിയുൽ ഹമീദ്. ഈ പേര് പലതവണ അള്ളാഹു ഒരുമിച്ച് പറഞ്ഞത് കാണാം. അൽ ഗനിയു അൽ ഹമീദ്. അൽ ഗനി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പരിപൂർണമായ ഗിന, ഐശ്വര്യം ഉള്ളവൻ, അങ്ങേയറ്റത്തെ ഐശ്വര്യമുള്ള അവൻ്റെതാണെല്ലാം. ആകാശഭൂമികളുടെ ഖജനാവുകൾ അള്ളാഹുവിൻ്റെതാണ്. ഹമീദാണവൻ, അവൻ സ്തുതികൾക്കർഹനാണ്, അവൻ സ്തുതികൾക്കർഹനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സ്തുതികൾക്കും അർഹനാണ്. എന്നു മാത്രമല്ല, അവനെ ആളുകൾ എല്ലാവരും സ്തുതിക്കുന്നവരാ, എല്ലാവരും അവനെ സ്തുതിച്ചു, എല്ലാവരും അവനെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ഗിന, അവൻ്റെ സമ്പന്നത, അവൻ്റെ ഐശ്വര്യം, അതിൽ നിന്ന് ഇനിയൊന്നും കൂടാനില്ല. ആളുകൾ അവനെ വാഴ്ത്തട്ടെ, അവനെ സ്തുതിക്കട്ടെ. അവൻ അങ്ങേയറ്റത്തെ ഗിന ഉള്ളവനാണ്, അതിൽ നിന്നൊന്നും കുറയാനോ കൂടാനോ ഇല്ല. അങ്ങനെയുള്ള ഗനിയും ഹമീദുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പേരുകളെല്ലാം അൽ ഹുസ്ന, അത് ഏറ്റവും നല്ല പേരുകളാണ്. ഈ അർത്ഥത്തിലല്ല, ഒരു നിലക്കും അതിൽ ന്യൂനത സംഭവിക്കുകയില്ല, ഒരു കുറവ് കാണുകയില്ല. അത് ഒറ്റക്ക് പറയുമ്പോഴും ചേർത്തി പറയുമ്പോഴും എല്ലാം പരിപൂർണമാണത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പേരുകളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പേരുകൾ അത് പേരാണ്, അതോടൊപ്പം വിശേഷണമാണ്. പേരുകളാണ്, അതോടൊപ്പം അത് വിശേഷണങ്ങൾ കൂടിയാണ്. ഈ പേരുകളെല്ലാം അഹദായ വാഹിദായ ഒരുവനായ അള്ളാഹുവിൻ്റെ പേരുകളാണ്. സമീ, അൽ ബസീർ, അൽ ഹയ്യ്, അൽ ഖയ്യൂം, അതുപോലെ ദുൽ ജലാലി വൽ ഇക്റാം, അൽ വദൂദ്, അർ റഹീം, അൽ വഹാബ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളാണ്. ഇതൊക്കെ ഒരുവന്റെ പേരുകളാണ്. അതോടൊപ്പം ആ പേരിൽ ഓരോന്നിലും വിശേഷണങ്ങളുണ്ട്. ഒരു പേരിന്റെ അർത്ഥമല്ല വേറൊരു പേരിലുള്ളത്, ഒരു പേരിന്റെ അർത്ഥമല്ല വേറൊരു പേരിലുള്ളത്. ഇത് നാം മനസ്സിലാക്കുക. ഈ പേരുകളിൽ ഉള്ള വിശേഷണങ്ങൾ, അത് ഓരോ വിശേഷണമുണ്ടാകും, അതുപോലെ ഒന്നിലധികം വിശേഷണങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് അൽ അലീം എന്ന അള്ളാഹുവിന്റെ പേരിലുള്ള അവന്റെ സിഫത്ത് എന്താണ്? അവൻ ഇൽമുള്ളവനാണ്, അറിവുള്ളവനാണ്, അവൻ പരിപൂർണമായ അറിവ്. അതുപോലെ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പേരിലുള്ള സിഫത്ത് ഏതാണ്? റഹ്മത്ത്, അവൻ കാരുണ്യമുള്ളവനാണ്. അൽ ഖവി, അള്ളാഹു ശക്തനാണ്. ആ കവി എന്ന പേരിലുള്ള വിശേഷണം എന്താണ്? അൽ ഖുവ, ശക്തി എന്ന വിശേഷണം അവനുണ്ട്. ഇങ്ങനെ അസ്സമീ, അവൻ കേൾക്കുന്നവനാണ്. സമ, കേൾവി അവന്റെ വിശേഷണമാണ്. അൽ ബസീർ, അവൻ കാണുന്നവനാണ്. ബസർ അവന്റെ വിശേഷണമാണ്, കാണുക എന്നത് അവന്റെ അൽ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ പേരിലുള്ള വിശേഷണം എന്താണ്? ഖുദ്റ, ഖുദ്റത്തുള്ളവനാണ് അവൻ, അവൻ കഴിവുള്ളവനാണ്. ഇങ്ങനെ പേരുകളിൽ വിശേഷണങ്ങളുണ്ട്. എന്നാൽ പടപ്പുകളുടെ പേരുകൾ ഇങ്ങനെയാണോ? അല്ല. പടപ്പുകൾക്ക് പേരുകൾ ഉണ്ടാകും, പക്ഷെ ആ പേരുകൾ ചിലപ്പോൾ നിരർത്ഥകമായിരിക്കും, ഒരർത്ഥം അതിനുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പേരിന്റെ അർത്ഥം മോശമായിരിക്കും. അത് അള്ളാഹുവിന് സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ പേരുകളുടെ അതെല്ലാം ഉൾക്കൊള്ളുന്നത് മഹത്തരമായ വിശേഷണങ്ങളാണ്. ചിലപ്പോൾ പടപ്പുകൾക്ക് പേരുണ്ടാവും, ആ പേരിന് നല്ല അർത്ഥം ഉണ്ടാവും, പക്ഷെ ആ അർത്ഥത്തിനോട് ഒരു നിലക്ക് യോജിക്കാത്ത ആളായിരിക്കും അവൻ. നല്ല നന്മ അറിയിക്കുന്ന പേരായിരിക്കും, പക്ഷെ ആള് ആ നന്മ ഇല്ലാത്ത ആളായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ പേരുകളിലുള്ള വിശേഷണങ്ങൾ അവനുള്ളതാണ്, അത് വെറും പേരുകളല്ല, അതിൽ വിശേഷണങ്ങളുണ്ട്. അടുത്ത കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പേരുകളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ അസ്മാഇ എന്നത് അത് തൗഖീഫിയാണ്. എന്താണ് തൗഖീഫി എന്ന് പറഞ്ഞാൽ? തൗഖീഫി എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും വന്നതെന്തോ, വഹിയായി അള്ളാഹുവിന്റെ വഹീനാൽ വന്നതെന്തോ അവിടെ നിർത്തണം. നമുക്ക് ഗവേഷണം നടത്തി അള്ളാഹുവിനൊരു പുതിയ പേരോ വിശേഷണോ കണ്ടുപിടിക്കാൻ പറ്റുമോ? സാധ്യമല്ല. തൗഖീഫി, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവന്റെ ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത്
പുതിയ പേരുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയാനോ പുതിയ വിശേഷണങ്ങൾ നമ്മുടെ വക പറയാനോ പാടില്ല. അങ്ങനെ പറയുക എന്നത് മറ്റു ഏതിനെ കുറിച്ച് നാം കളവ് പറയുന്നതിനേക്കാളും അറിയാത്തത് പറയുന്നതിനേക്കാളും ഗൗരവതരമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത്. കാതും കണ്ണും ഹൃദയവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എത്രയോ ആളുകളെ കാണാമോ റബ്ബിനെ കുറിച്ച് അവന് തോന്നിയത് പറയുക, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്തത് മോശമായ വിശേഷണങ്ങൾ വരെ പറയുന്നത് കാണാം. ഇപ്പോൾ ചില ആളുകൾ, ചില കവികൾ ഒക്കെ ഈ കവിത മൂത്ത് പറയുന്നത് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത അള്ളാഹു എന്റെ പ്രേമഭാജനമാണ്. സൂഫികളുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. എങ്ങനെയാണ് ആ വാക്ക് റബ്ബിനെ കുറിച്ച് പ്രയോഗിക്കാൻ കഴിയുക? സൂഫികൾ പ്രയോഗിക്കുന്ന വാക്കാണ് ഇഷ്ഖാണ്. അവൻ അള്ളാഹുനോട് ഇഷ്ഖാണ്, റസൂലുള്ളാഹിനോട് ഇഷ്ഖാണ്. പറയരുതത്. കാരണം ആ വാക്ക് ഇഷ്ഖ് എന്നത് ആണും പെണ്ണും തമ്മിലുള്ള അനുരാഗത്തിന് മനുഷ്യർ പ്രയോഗിക്കുന്ന വാക്കാണ്. അള്ളാഹുവിനെ കുറിച്ച് മഹബ്ബത്ത് എന്ന വാക്കാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ മഹബ്ബത്ത്, ഹുബ്ബ്, സ്നേഹം എന്നതിന് മലയാളത്തിൽ പരിഭാഷ പറയാം. അതല്ലാതെ ഇതുപോലത്തെ വാക്കുകൾ സൂഫികൾ പ്രയോഗിക്കുന്ന വാക്കുകൾ, കാരണം അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ആകെ ഉള്ളത് എന്താണെന്നാണ് അവർ പറയുന്നത്, സ്നേഹമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നത്. എന്നിട്ട് അവൻ പറയും, അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ എനിക്ക് പേടിയില്ല. സ്വർഗം ആഗ്രഹിച്ചോ നരകം പേടിച്ചോ അമൽ ചെയ്യാൻ പാടില്ല. സൂഫികളുടെ വാദമാണ്. മലയാളത്തിൽ ഇത് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. സ്വർഗം പേടിച്ചിട്ടോ സ്വർഗം ആഗ്രഹിച്ചിട്ടോ നരകം പേടിച്ചിട്ടോ അമൽ ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അതാണ് അത്ര പൂർണ്ണമായ ഈമാൻ. ഇവൻ ഈമാനില്ല എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? അള്ളാഹുവിന്റെ നബിമാരെ കുറിച്ചാണ്. കാരണം അള്ളാഹുവിന്റെ നബിമാർ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടില്ലേ? ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താണ്? വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. അള്ളാഹുവെ, സുഖങ്ങളുടെ സ്വർഗത്തിന്റെ അനന്തരാവകാശികളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ, നീ എന്നെ സ്വർഗത്തിലാക്കണേ. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ നീ എന്നെ അപമാനിക്കരുത്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ ചെന്നെത്തിയവൻ ഒഴികെ ആ നാളിൽ അള്ളാഹുവെ നീ എന്നെ അപമാനിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്ന ദുആ എന്താണ്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ബാക്കി എന്താണ്? വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നന്മ തരണേ, നരകത്തിൽ നിന്ന് കാക്കണേ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിസ്കാരം ദീർഘിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ ഒരു അറബി, ഗ്രാമീണനായ അറബി വന്നല്ലോ. അറബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങളും മുആദും എന്തിനു പുറകെയാണോ ചുറ്റിപ്പറ്റി കൂടുന്നത് അതിന്റെ പുറകെയല്ല ഞാൻ ചുറ്റിപ്പറ്റി കൂടുന്നത്. ഞാൻ സ്വർഗത്തിന് പിന്നാലെയാണ് ചുറ്റിപ്പറ്റി കൂടുന്നത്. എനിക്ക് സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ പണിയെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗലഹാ നുദന്ദിൻ. നമ്മളും അതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളും അതിനു വേണ്ടിയാണ്. ഈ റസൂലിനേക്കാൾ ഈമാനുണ്ടോ ഈ സൂഫിക്ക്? അങ്ങനെ ആരെങ്കിലും അവകാശപ്പെട്ടാൽ അതോടെ അവൻ കാഫിറായി പോയി. പറയുകയാണ് ചില സൂഫികൾ പറയാൻ, നരകത്തിലാക്കിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, ഞാനത് സഹിക്കും, എനിക്ക് അത്രയും അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പിഴച്ച വാക്കുകൾ പറയുന്നത് കാണാം. ഇവർക്ക് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല, അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നരകത്തിലായാലും കുഴപ്പമില്ല, ഞാനത് സഹിച്ചുകൊള്ളാം, അത്രയും എനിക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, അള്ളാഹു എന്ത് വിധിച്ചാലും ഞാൻ തൃപ്തിപ്പെടുമെന്ന്. ഇത് ഇസ്ലാം ദീനിനൊന്നാകെ പൊടിക്കുന്ന വാദമാണ്. എന്ന് മാത്രമല്ല, ഈ പറയുന്നവൻ കള്ളനാണ് എന്ന് അവന്റെ വാദത്തിൽ തന്നെ അവന്റെ ജീവിതം തന്നെ സാക്ഷിയാണ്. അള്ളാഹു അങ്ങനെയുള്ളവരെ വെറുതെ വിടുകയില്ല. ഇവരിൽപ്പെട്ട ഒരു സൂഫിക്ക്, ഇതുപോലത്തെ വാദം പറയുന്ന സൂഫിക്ക്, ഇവരുടെ ഒരു നേതാവാണ്, അയാൾക്കൊരു രോഗം വന്നു, മൂത്ര സംബന്ധമായ ഒരു രോഗമാണ്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗം, വല്ലാത്ത വേദന വന്നു. അപ്പൊ ഇയാൾ പറഞ്ഞത്ര, ആരാണ് ഈ പറയുന്ന ആലോചിച്ച് നോക്കണം, നരകം കുഴപ്പമില്ല, എന്നെ അവിടെ ആക്കിയാലും ഞാൻ സഹിച്ചോളാം, അള്ളാഹു എന്ത് വിധിച്ചാലും എനിക്ക് തൃപ്തിയാണ് എന്ന് പറഞ്ഞവൻ ഈ രോഗം വന്നപ്പോ പറഞ്ഞത്ര, അള്ളാഹു നീ ഇപ്പൊ എനിക്ക് മാറ്റി തരണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാഫറാവും.
ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിച്ചു നോക്ക്, ദുനിയാവിലെ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു കാറ്റ് തട്ടാൻ അവന് അത് സഹിക്കാൻ അവന് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ളവനാണ് എന്ത് പറയുന്നത്, ഞാൻ നരകം സഹിച്ചോളാം. അവരുടെ കാപട്യവും കളവും ബോധ്യമാകുന്ന കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഇതുപോലുള്ള തട്ടിപ്പിന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കാപട്യത്തിന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഈ ദീൻ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ആശ്വാസമാണ്. അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുന്ന് ഒരാളെ, ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നു. അപ്പം അയാളാകെ രോഗം പിടിച്ച് അയാളുടെ ശരീരം എല്ലും തോലുമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ തേടാറുണ്ട്, റബ്ബേ, നീ എനിക്ക് എന്തെങ്കിലും ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പരലോകത്തേക്ക് വെക്കരുത്, എനിക്ക് ഇവിടെ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വമാ തുതീഖു ദാലിക്. സുബ്ഹാനല്ലാഹ്, നിനക്കൊരിക്കലും അത് താങ്ങാൻ സാധിക്കുകയില്ല. നീ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നീ എന്ത് പ്രാർത്ഥിക്കുക? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അദ്ദേഹം അത് പ്രാർത്ഥിച്ചു, രോഗം സുഖപ്പെട്ടു. ഹദീസുകളിൽ നമുക്ക് കാണാം. ഇതാണ് അള്ളാഹുവിന്റെ ദീൻ. അതിൽ ഇതുപോലത്തെ സൂഫികളുടെ വൃത്തികെട്ട അവരുടെ ദീനിനെ പൊളിക്കുന്ന കാര്യങ്ങൾ, അവരുടെ സന്യാസമോ അവരുടെ കുടുംബവും ഉത്തരവാദിത്തങ്ങളൊന്നും ഒക്കെയുള്ള ഒളിച്ചോടലോ, ഇതൊന്നും അള്ളാഹുവിന്റെ ദീനിലില്ല. അള്ളാഹുവിന്റെ ദീൻ അത് നീതിയുടെ, നന്മയുടെ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സൗഭാഗ്യം നേടിത്തരുന്ന ദീനാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, അള്ളാഹുവിനോടുള്ള ശരിയായ മഹബത്ത്, അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് അവൻ പറഞ്ഞ പേരുകളല്ലാതെ നമ്മുടെ വക വല്ല പേരും പറയുക എന്നത് പാടില്ല. ഉദാഹരണത്തിന് മറ്റു ചില ഭാഷകളിൽ, ഇപ്പം നമ്മളെ ഭാഷയായ മലയാളത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശരിയാണ്, ചിലപ്പോൾ ചില പേരുകളുടെ പരിഭാഷകൾ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. സമീഅ, അസ്സമീഅ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം കേൾക്കുന്നവൻ എന്നാണ്. ഇങ്ങനെ അറിയാനും മനസ്സിലാക്കാനും അതിന്റെ പരിഭാഷ നമുക്ക് വേണ്ടി വരും. എന്നാൽ സഹോദരങ്ങളെ, അർത്ഥം എന്താണെന്ന് നമുക്ക് തന്നെ അറിയാത്ത ചില പദങ്ങളുണ്ടാവും നമ്മളെ ഭാഷയിൽ, മലയാളത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ. അതിന്റെ അർത്ഥം നമുക്ക് തന്നെ അറിയില്ല. അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും പേരിന്റെ പരിഭാഷയായി പറയാനും സാധിക്കുന്നതല്ല. അങ്ങനെയൊക്കെയുള്ള ചില പേരുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള പേരുകൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയാതിരിക്കുക. പ്രത്യേകിച്ച് ദുആ ചെയ്യുമ്പോൾ നമ്മൾ പേരുകളുടെ പരിഭാഷ ആയാൽ പോലും അത് പറഞ്ഞ് ദുആ ചെയ്യാതെ അള്ളാഹുവിന്റെ അവൻ പഠിപ്പിച്ച പേരുകൾ, അതുപോലെ അറബിയിലുള്ള പേരുകൾ തന്നെ വിളിച്ച് ദുആ ചെയ്യുക. അല്ലാഹുമ്മ യാ റബ്ബി, അല്ലെങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം യാ റഹ്മാൻ, ഇങ്ങനെ അള്ളാഹുവിന്റെ പേരുകൾ അങ്ങനെ തന്നെ വിളിച്ച് നാം റബ്ബിനോട് ദുആ ചെയ്യുക. അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പേരുകളുടെ ആ വിഷയം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിഷയം വിശദമായി നമുക്ക് പറയാം. അതുപോലെ റബ്ബിന്റെ പേരിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിന്റെ പേരുകൾ എന്നാൽ അതിന് എണ്ണമില്ല. അതിന്റെ എണ്ണം നിജപ്പെടുത്തുക സാധ്യമല്ല. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അള്ളാഹുവിന്റെ പേരുകളാകെ 99 എണ്ണമാണ് എന്ന്. അല്ല, അങ്ങനെയല്ല. അതിലധികം എത്രയോ ഉണ്ട് അള്ളാഹുവിന്റെ പേരുകൾ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അവന്റെ മഹത്വവും എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ദുഃഖമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ച ഒരു ദുആ? ആ ദുആ എല്ലാവരും പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. കേട്ടവർ പഠിക്കാതെ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ദുആ ആണ്. ഒരാൾ ദുഃഖമുള്ള സമയത്ത് അത് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുഃഖം മാറ്റിക്കൊടുക്കുമെന്നാണ്. ശ്രേഷ്ഠമായ ദുആ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫീ ഹുക്മുക് അദ്ലുൻ ഫീ ഖദാഉക് എന്ന് തുടങ്ങുന്ന ദുആ ആണ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക്, ഞാൻ നിന്റെ ഒരു അടിമയുടെ മകനാണ്. വബ്നു അമതിക്, നിന്റെ ഒരു അടിയാത്തിയുടെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. മാദിൻ ഫീ ഹുക്മുക്, എന്നിൽ നടന്നു പോകുന്നതൊക്കെ നിന്റെ തീരുമാനമാണ്. അദ്ലുൻ ഫീ ഖദാഉക്, എന്റെ കാര്യത്തിൽ നീ വിധിച്ച വിധിയൊക്കെ നീതിപൂർവകമാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അല്ലാഹുവേ നിനക്ക് ഏതൊക്കെ പേരുകളുണ്ടോ അതെല്ലാം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക്, നീ നിന്നെ വിളിച്ച പേരുകൾ,
ഔ അൻസൽതഹു ഫി കിതാബിക്, അതുപോലെ നീ നിന്റെ കിതാബിൽ അവതരിപ്പിച്ച പേരുകൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ പടപ്പുകളിൽ ആരെങ്കിലും നീ പഠിപ്പിച്ച പേരുകൾ. അതുപോലെ ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബ് ഇൻദക്, ആർക്കും നീ പഠിപ്പിച്ചു കൊടുക്കാതെ നിന്റെ അദൃശ്യ വിജ്ഞാനത്തിൽ നീ മറച്ചു വെച്ച നിന്റെ പേരുകൾ. ഇതൊക്കെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. അപ്പൊ അതിൽ വ്യക്തമാണെന്ത്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാൾക്കും, ഒരു മലക്കിനോ നബിക്കോ പറഞ്ഞു കൊടുക്കാത്ത അള്ളാഹുവിന്റെ പേരുകളുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു അലം, അതിനുള്ള ഒരു കാരണം എന്തായേക്കാം. അള്ളാഹുവിനെ കുറിച്ച് അവന്റെ വിശേഷണങ്ങൾ പലതും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് താങ്ങുകയില്ല. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ നമുക്ക് മനസ്സിലാകുന്നത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നമുക്ക് ഏതാണ്ട് മനസ്സിലാകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. എന്താണ് ദുആ ചെയ്തത്? അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി, അള്ളാഹുവേ ഖുർആനിനെ നീ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കുവാൻ. വസന്തം എന്നത്, റബീഅ എന്നത് ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. മഴ കഴിച്ച് അതിൽ സസ്യങ്ങൾ മുളക്കുന്ന ഏറ്റവും നല്ല കാലാവസ്ഥയാണ് റബീഅ. അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി, എൻ്റെ നെഞ്ചകത്തിന്റെ പ്രകാശമാക്കണമേ. വജലാഅ ഹുസ്നി, എൻ്റെ ദുഃഖത്തെ നീക്കിക്കളയുന്നതാക്കണമേ. വദഹാബ ഹമ്മി, എൻ്റെ ആശങ്ക അത് ഇല്ലാതാക്കി കളയുന്നതാക്കണേ. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി എന്ന ദുആ. അതിൽ വ്യക്തമാണെന്ന് അല്ലാഹുവിന് അവൻ നമുക്ക് പറഞ്ഞു തരാത്ത പേരുകളുണ്ട് എന്നു മാത്രമല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളിൽ മനുഷ്യരെ വിചാരണക്കെടുക്കാൻ വേണ്ടി, പടപ്പുകളെ വിചാരണക്കെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ശുപാർശ പറയും. ജനങ്ങൾ ഒന്നാകെ നിൽക്കുന്ന മഹ്ശറിൽ ജനങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോയി പറയും, അള്ളാഹുവിനോട് പറയാൻ. ആദം നബി ഭയപ്പെടും, എനിക്കത് പറയാൻ സാധിക്കില്ല എന്ന് പറയും. നൂഹ് നബിയുടെ അടുത്ത് ചെല്ലും, മൂസാ നബിയുടെ അടുത്ത് ചെല്ലും, ഇബ്രാഹിം നബിയുടെ അടുത്ത് ചെല്ലും, ഈസാ നബിയുടെ അടുത്ത് ചെല്ലും അലൈഹിമു സ്വലാത്തു വസ്സലാം. ഒടുവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചെല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് മുന്നിൽ സുജൂദിൽ കിടക്കും, അള്ളാഹു ഉദ്ദേശിച്ച അത്രയും കാലം. എന്നിട്ട് ഒടുവിൽ അള്ളാഹു പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅത വശ്ഫഅ തുശഫഅ. എന്നിട്ട് ആ സുജൂദിൽ കിടക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്ന് അള്ളാഹു എനിക്ക് അവനെ സ്തുതിക്കേണ്ടുന്ന ചില വാചകങ്ങൾ അന്ന് എനിക്ക് ഓർമ്മിപ്പിച്ചു തരും. അള്ളാഹു എനിക്ക് അന്ന് പറഞ്ഞു തരും, ഫയഫ്തഹു അലയ്യ മിൻ മഹാമിദിഹി, അള്ളാഹുവിനുള്ള സ്തുതിവചനങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ബിമാ ലാ ഉഹ്സിനുഹുൽ ആൻ, ഇപ്പോൾ എനിക്കത് അറിയുകയില്ല, ഇപ്പോൾ എനിക്കത് അറിയുകയില്ല. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് കാണാം, അള്ളാഹുവിനെ സ്തുതിക്കുക എന്തു പറഞ്ഞിട്ടാണ് സ്തുതിക്കുക? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് പറഞ്ഞിട്ടാണ് സ്തുതിക്കുക. അപ്പൊ നോക്കൂ, നമുക്ക് പഠിപ്പിച്ചു തരാത്ത എത്രയോ വിശേഷണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈ ദുനിയാവിൽ അറിയാത്ത വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട്. ഈ പറഞ്ഞു തന്നതിനൊക്കെ പുറമെ എന്തായിരിക്കും അപ്പോൾ അള്ളാഹുവിന്റെ മഹത്വം? അവന്റെ വിശേഷണങ്ങൾ എത്രയാണ്, അവന്റെ മഹത്വം എത്രയാണ്, അവന്റെ സ്തുതിവചനങ്ങൾ എത്രയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പറഞ്ഞ ദുആകൾ കേട്ടിട്ടില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ഞാൻ ഒരിക്കൽ ഇരുട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല, കട്ടിലിൽ കാണുന്നില്ല. ഞാനിങ്ങനെ തപ്പി നോക്കി, ഇങ്ങനെ കൈകൊണ്ട് ഇരുട്ടിൽ നമ്മൾ തപ്പി പിടിക്കുമല്ലോ, അങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ എൻ്റെ കൈ പതിഞ്ഞു. നോക്കുമ്പോൾ അവിടുന്ന് മസ്ജിദിലാണ്, വീട്ടിൻ്റെ തൊട്ടടുത്താണല്ലോ മസ്ജിദ്, അവിടുന്ന് സുജൂദിൽ ആണുള്ളത്. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. ഹദീസിൽ മറ്റൊരു പാഠമുണ്ട്, അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില ആളുകൾ, ഈ ഖുറാഫാത്തിന്റെ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കാറുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു വിളക്കാണ് എന്നാണ്, നബിക്ക് നിഴലില്ല എന്നൊക്കെ പറയുന്നത് അതിന്റെ ബാക്കിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മുസ്ലിയാരി ഏതോ ഒരു പെണ്ണിന്റെ മുടി കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാന്ന് പറഞ്ഞപ്പോൾ മുടിക്ക് നിഴലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ടോർച്ചടിച്ച് നോക്കിയിരുന്നു മുസ്ലിയാക്കന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല അതൊന്ന്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ബാത്തിലിന്റെ മുകളിൽ ഒരു ബാത്തിൽ, അതിന്റെ മുകളിൽ വേറൊരു ബാത്തിൽ. ദുൽമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ്, ഇരുട്ടിന് മുകളിൽ ഇരുട്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വയം ഒരു വിളക്കാണോ, അഥവാ വെളിച്ചം കിട്ടുന്ന ഇരുട്ട്
സിറാജിന്റെ വിളക്കിന്റെ ആവശ്യമില്ലാത്ത വിളക്കാണോ? അതാണല്ലോ മൗലിദിലുള്ളത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറൂജി. നബിയെ, താങ്കൾ താമസിക്കുന്ന വീട്ടിൽ വേറെ വിളക്കിന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കത്തുന്ന വിളക്കാണ്. ശരിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സിറാജും മുനീർ എന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പ്രകാശിക്കുന്ന വിളക്കാണെന്ന്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. അത് കുഫറിന്റെ, ശിർക്കിന്റെ, ജാഹിലിയത്തിന്റെ ഇരുട്ടുകളിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ആ പ്രകാശമാണ്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഒരു നമ്മൾ കത്തിച്ചു വെക്കുന്ന വിളക്ക് പോലെ പ്രകാശിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ കാണാതിരിക്കുമോ? തപ്പി നോക്കണോ? ഇരുട്ടിൽ കൈകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പരതി നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ അവരുടെ റളിയല്ലാഹു അൻഹ കൈ പതിഞ്ഞു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക്. അല്ലാഹുവേ, നിന്റെ തൃപ്തി മുഖേന ഞാൻ കാവൽ തേടുന്നു നിന്റെ കോപത്തിൽ നിന്ന്. വബിമുആഫാതിക മിൻ ഉഖൂബതിക്. നിന്റെ മാപ്പ് മുഖേന ഞാൻ കാവൽ തേടുന്നു നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക മിൻക്. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു നിന്നിൽ നിന്ന്. കാരണം റബ്ബിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ നമുക്കൊരു അഭയകേന്ദ്രമില്ല റബ്ബിലേക്കല്ലാതെ. ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക്. അല്ലാഹുവേ, നിന്നിൽ നിന്നൊരു അഭയകേന്ദ്രമില്ല, ഒരു രക്ഷാസങ്കേതമില്ല നിന്നിലേക്കല്ലാതെ. ലാ ഉഹ്സി സനാഅൻ അലൈക്. അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള പ്രശംസകൾ അത് എനിക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക്. നീ നിന്നെ എങ്ങനെ പുകഴ്ത്തിയോ അങ്ങനെയാണ് നീ. നമുക്ക് എത്ര നാം റബ്ബിനെ പുകഴ്ത്തിയാലും പൂർണ്ണമായി അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയാൻ നമുക്ക് സാധ്യമല്ല. അത്രയും വിശേഷണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട്. എന്നാൽ 99 പേരുകളെ കുറിച്ചൊരു ഹദീസ് വന്നിട്ടുണ്ട്. അത് പഠിച്ചാൽ, അത് യഥാവിധി മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് പോയാൽ ഒരാൾക്ക് സ്വർഗമാണുള്ളത്. അത് ആ 99 പേരുകളുടെ പ്രത്യേകതയാണ്. അതല്ലാതെ 99 പേരുകളെ അള്ളാഹുവിനുള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, ഞാൻ ഇതാ ഇത്ര ദീനാർ കൂട്ടി വെച്ചിട്ടുണ്ട് ഹജ്ജിന് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ കയ്യിൽ ആകെ ആ പൈസ ഉള്ളൂ എന്നാണോ? അല്ല, ഹജ്ജിന് പോകാൻ വേണ്ടി ആ പൈസ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ്. എന്നതുപോലെ ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? 99 പേരുകളുണ്ട്, അത് പഠിച്ചാൽ അവന് സ്വർഗമുണ്ട്. അതിനർത്ഥം 99 പേരുകളെ ഉള്ളൂ എന്നല്ല, ആ പേരുകളുടെ പ്രത്യേകതയാണ് അത് പഠിച്ചാൽ. അഥവാ അതിന് വേറെ വശങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദർസുകളിൽ ഇതിനെല്ല അത് വിശദീകരിക്കാം. അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ അള്ളാഹുവിന് 99 പേരുകളേ ഉള്ളൂ എന്നല്ല. അവന്റെ പേരുകളുടെ അത് നമുക്ക് അതിന്റെ എണ്ണം അറിയില്ല. അത് മഹ്സൂറല്ല, അത് എണ്ണിക്കണക്കാക്കാൻ പറ്റുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച് ശരിയായ വിജ്ഞാനവും അവനെക്കുറിച്ചുള്ള ഖശിയത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.